ദൈവത്തിൻ്റെ ദിവസം വാഴ്ചപ്പെടുമാറാകട്ടെ. നമ്മുടെ മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുകയാണല്ലോ. ഈ മാരാമൺ കൺവെൻഷൻ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം. ആ മാരാമൺ കൺവെൻഷൻ നമുക്ക് അവിടെ പങ്കെടുക്കുന്ന സഭയ്ക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും സമൂഹത്തിനും ഒരു പുതുക്കത്തിന് കാരണമായി തീരുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലെൻറ്റ്, വി ആർ സ്റ്റാർട്ടിങ് അവർ ഗ്രേറ്റ് ലെൻറ്റ് ടുഡേ. ഈ വലിയ നോയമ്പ് ഇന്ന് ആരംഭിക്കുകയാണല്ലോ. The Western churches celebrate Lent as 40 days. They don't count the Sundays. They start from Ash Wednesday to the Wednesday just before the Maundy Thursday. But the Eastern churches, we have Eastern churches, we celebrate Lent. Our Lenten season is 50 days, including Passion Weeks. So Lent is an occasion for renewal. So when we celebrate Lent, which is starting today, God is asking us to restrain from certain things. We cannot limit this fasting only on food items. We are supposed to resist from our anger, our bitterness, hatred, our unkindness. അതുപോലെയുള്ള കാര്യങ്ങളെ നിന്ന് മാറി നിൽക്കുവാൻ ദൈവത്തോട് ചേർന്ന് ഈ ഒരു സമയങ്ങളിൽ ആയിരിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. So I invite each one of you to be part of this Lenten journey. ഈ നോയമ്പെന്ന് പറയുന്നത് ഇത് നമുക്കൊക്കെ എല്ലാവർക്കും കൂടിയുള്ളതാണ്. We are not going to force anybody. We cannot force anyone to follow this Lent. But if you travel with the Lord this time, 50 days, I'm sure that you will experience the renewal of your all spiritual life, your body and mind. So let me skip all those things. Okay, it's an occasion to consider Christ, His pain, death, His burial, resurrection, and His life, and His suffering, His sacrifice. യേശു കർത്താവിൻ്റെ ഈ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ധ്യാനിക്കുന്ന കാര്യങ്ങൾ ഈ യേശു കർത്താവിൻ്റെ ജീവിത യാത്രയാണ്, കുരിശിലേക്കുള്ള അവൻ്റെ യാത്രയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു അല്പം കൂടെ സീരിയസ് ആയി പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും റിഫ്ലക്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള അവസരങ്ങളായി ഉപയോഗിക്കുന്നത് അർത്ഥവത്തായിരിക്കും. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ക്ലോസർ ടു ഗോഡ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരവസരമാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫോർ പ്യൂരിഫിക്കേഷൻ ആൻഡ് റിന്യൂവൽ. അതുകൊണ്ട് ലെൻറ്റ് സീരിയസ് ആയി എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറി നിൽക്കുവാനാണ് ലെൻറ്റ് ഈസ് ഇൻവൈറ്റിംഗ് അസ്. If you cannot live without certain things, you should move away from that, whatever it is. It may not be non-veg. I'm talking about whatever it is. If you cannot live one day without that, that is the thing you have to move away from, and whatever it is. And let children know that, this is an occasion for a spiritual purification, spiritual renewal. So if your children like certain things, so Lenten days tell them that, we are not going to have this. I'm not saying all of them, at least one item, just to drive this point ahead. And we also have to be a model to them. So Lent is not an old practice. It is our practice, which we conveniently forgotten. And I invite you to give enough attention. And today's theme is Jesus who transforms. Jesus who transforms. The Bible version is John 2:1-3.
നമുക്ക് ആ ഭാഗത്തൊക്കെ കാണാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. On the third day, a wedding took place at Cana in Galilee. Jesus' mother was there, and Jesus and his disciples had also been invited to the wedding. When the wine was gone, Jesus' mother said to him, "They have no more wine." നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സമൃദ്ധികളിലും ഞങ്ങളുടെ ഇല്ലായ്മകളിലും കൂടെയുള്ളവനായ ദൈവമേ, ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത കർത്താവേ, വലിയ നോയമ്പിൻ്റെ ഈ ആരംഭമായ ഇന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഒരു ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതുകളെ തുറക്കണം. ബലഹീന അടിയെ ക്രൂശിൽ മറച്ചാൽ നിന്റെ നാമത്തിലൂടെ മഹത്വപ്പെടും. യേശു നാമത്തിൽ പ്രാർത്ഥിക്കണമേ. When the wine runs out, ജീവിതത്തിൽ വീഞ്ഞ് ഇല്ലാതെ പോകുന്ന അനുഭവം. Wine is a symbol of joy and celebration in the scripture. സമൃദ്ധിയുടെയും അബണ്ടൻസിൻ്റെയും ഒരു പ്രതീകമാണ് വൈന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വേദപുസ്തകം പഠിക്കുമ്പോൾ. ഇവിടെ ഈ ഒരു വേദഭാഗം നമുക്കറിയാം, റണ്ണിങ് ഔട്ട് ഓഫ് വൈൻ ഇൻ എ മാരേജ് സെലിബ്രേഷൻ is considered to be very shameful. ഇന്നത്തെ ഒരു കൾച്ചറല്ല, അന്നത്തെ ഒരു വില്ലേജ് കൾച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ, വിഷകരമായ കാര്യം. ഇത് അനേക നാളുകൾ നിലനിൽക്കുന്നതാണ്. ദ ഷെയിം വുഡ് ഹാവ് ലിങ്കേർഡ് ഓൺ. ആ വില്ലേജ് കൾച്ചറാണ് അത്. പക്ഷേ ഇമാജിൻ ചെയ്യാൻ പ്രയാസമാണ്. നമ്മളിന്ന് കൊടുക്കുന്ന ഫുഡിൽ അല്പം കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. അന്ന് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊരു കാര്യമായിരുന്നു. So Jesus' mother comes and tells him that they have no more wine. അവർ വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ വന്ന് അവനോട് പറയുക. ഇന്ന് ഇത് ചിന്തിക്കുമ്പോൾ I just want you to think about a little bit differently. Mary is talking about a truth which we all encounter, come across in one time or other. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു നാൾ അല്ലെങ്കിൽ മറ്റു നാൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഈ മേരി യേശുവിൻ്റെ അടുത്ത് പറയുന്നു. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇറ്റ്സ് എംപ്റ്റി സ്പോട്ട്സ്, ഇല്ലേ? In spite of all the glitter and glamour, underneath the surface, there is always, disappointments and anger and also frustration. നമ്മുടെ ജീവിതത്തിലെ ഒരു ആത്മാർത്ഥമായിട്ടൊന്ന് നോക്കാമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന, എംപ്റ്റിനെസ് അനുഭവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായി സാധിക്കും. പുറമേ കാണുമ്പോഴെല്ലാം മെച്ചമാണ്, ബട്ട് ദർ ഇന്നർ, അവരുടെ അകമേയുള്ള ജീവിതങ്ങൾ സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത്, ശൂന്യതയാണ്. എംപ്റ്റി മാരേജസ്, കുടുംബ ബന്ധങ്ങൾ, വിവാഹ ജീവിതമൊക്കെ ഉണ്ട്. എവിടെയോ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ആദ്യം ഉണ്ടാകുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എല്ലാം ഒരു ചടങ്ങാണ്, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ട് പോവുക. നമ്മുടെ കൾച്ചറിൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു വൃത്തിയില്ലാത്ത, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇന്ന് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിക്കൊണ്ട് പോകുന്ന കുടുംബ ബന്ധങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈവൻ റിലേഷൻഷിപ്സ്, നോട്ട് ഓൺലി ഫാമിലി, നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ശൂന്യത, എംപ്റ്റിനെസ് അനുഭവിക്കുന്നതായ ആൻഡ് എംപ്റ്റി സ്പിരിച്വൽ ലൈഫ്സ്. നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ ഒരു പൊള്ളയാണ്. നമ്മളെല്ലാത്തിനും കൂടും, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ ആദ്യം ഇറ്റ് ഡസൻറ്റ് മേക്ക് മച്ച് ഡിഫറൻസ്. ആത്മീയമായി ഒരു എന്തോ എവിടെയോ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലായി പോയിന്ന അനുഭവം. എംപ്റ്റി കരിയേഴ്സ്, വി ആർ വർക്കിംഗ് ബട്ട് വി ഡോണ്ട് എൻജോയ് ദാറ്റ് ജോബ്, വി നീഡ് മണി. അതുകൊണ്ട് അതിനകത്ത് ഒരു സോൾ ഇടുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായി കോൺസെൻട്രേറ്റ് സന്തോഷത്തോടെ ചെയ്യുവാനായി നമുക്ക് സാധിക്കാതെ പോകുന്ന അനുഭവം. ഇവിടെ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ, തിരക്കുകൾക്കിടയിൽ എംപ്റ്റിനെസ് അനുഭവിക്കുന്നവരെ നമുക്ക് കാണുവാനായി സാധിക്കും. ശൂന്യത അനുഭവിക്കുന്നവരെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇത് റിയാലിറ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ there's going to be a day when wine runs out. വീഞ്ഞില്ലാതെയായി, വീര്യമില്ലാതെയായി പോകുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. The party is over and on that day
our life is empty and dry. അല്ലേ? വരണ്ട അനുഭവങ്ങളാണ്, ഒരു ശൂന്യത അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾ റിഫ്ലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. there is no vibrancy or vitality. ഒരു വൈബ്രൻ്റ് അല്ല ജീവിതം. അല്ലേ? എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എങ്ങനെയോ തട്ടിമുട്ടി ഒരു മെക്കാനിക്കൽ ലൈഫാണ്. രാവിലെ എങ്ങനെയോ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് ഇല്ലേ, ആരെയൊക്കെയോ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇല്ലേ? തിരിച്ച് മെക്കാനിക്കലാണ്. അതിനകത്ത് ഒരു ലൈഫില്ലാത്ത, വൈബ്രൻസി ഇല്ലാത്തതായ ജീവിതങ്ങൾ. there is nothing growing nor fermenting. ഇല്ലേ? അവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ല, ഒരു സ്നേഹത്തിൻ്റെ വളർച്ചയില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ. അവർ വേൾഡ് ഈസ് കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. ഇല്ലേ? ജീവിതങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഏതൊക്കെയോ ഡ്രീം ചെയ്താണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് ഇറങ്ങിയത്. ഇല്ലേ? ഇന്ന് എന്തൊക്കെയോ ഡിഫറൻ്റ് ആയിരിക്കുന്നു. ഇന്ന് കളർലെസ്സും ടേസ്റ്റ്ലെസ്സുമായ ഇല്ലേ, ഒരു ജീവനില്ലാത്തതായ ജീവിതം. വി ആർ നോട്ട് ഫുള്ളി അലൈവ്. ഇത് റിയാലിറ്റിയാണ്. ഇവിടെ Mary this question is raising certain questions to us. One is that, where has the wine of your life run out? എവിടെയാണ് ജീവിതത്തിൽ ഈ വീര്യം നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. അല്ലേ? എവിടെയാണ് ഈ റിലേഷൻഷിപ്പ് ഡ്രൈ ആയി പോയത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. വാട്ട് പാർട്സ് ഓഫ് യു റിമെയിൻ എംപ്റ്റി? എവിടെയാണ് ഈ ശൂന്യത? എവിടെയാണ് ഈ ശൂന്യത? ഏത് ബന്ധത്തിലാണ്? ഏത് കാര്യങ്ങളാണ്? അതോ ജീവിതത്തിൽ മൊത്തമായിട്ട് ശൂന്യതയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഈ വിഭവങ്ങൾ. So many people have a story to tell. ഇല്ലേ? നമുക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചിലർ പറയും, it is because of I lost my loved one. എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മറ്റുള്ളവർ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മാരേജിൽ ഉണ്ടായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ജോലിയുള്ള പ്രശ്നങ്ങൾ, പല എക്സ്ക്യൂസസ് നമുക്കുണ്ട്. But everyone wants love and acceptance. Everybody is searching for love and acceptance. ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തതായ ജീവിതങ്ങൾ, അക്നോളജ്മെന്റ് കിട്ടാത്ത, എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഇവിടെ യഥാർത്ഥ സ്നേഹം ലഭിക്കാത്തതായ ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അങ്ങനെയുള്ള ജീവിതങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആരും ഓപ്പണായിട്ട് പറയത്തില്ല. we cover up, we put beautiful pictures in Facebook and whatever, Twitter and all. People see what a happy family. We are covering up. Okay, I'm not saying it all like that. Okay, so others will tell. When we ask some people, get close to them, if they are free, they will open up. They will share their experience of guilt, disappointments and regrets, and they are all scared of how long we can go on like this. They are not sure how long they are pulling on. അപ്പോൾ അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ ചിലർക്കാണെങ്കിൽ they cannot describe anything. കാരണം കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. എവിടെയോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. I don't know, I cannot pinpoint. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്തോ ആ കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള അനുഭവങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അൺആൻസേർഡ് പ്രേയേഴ്സ് ആയിരിക്കാം, നമ്മുടെ നമ്മളിലുള്ള സംശയങ്ങളും നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. Whether we acknowledge it or not, it's a reality. And everybody want to enjoy the banquet of life. ജീവിതം ഒരു ആഘോഷമായി, സ്നേഹത്തിൻ്റെ ഒരു വലിയ സ്നേഹ കൂടാരം പോലെ കുടുംബമായി തീരുവാൻ, അന്യോന്യം സ്നേഹിക്കുവാൻ, സ്നേഹത്തിൽ വളരുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. When we come to this wedding, we are not coming as spectators or guests. We are coming as participants. We are coming as brides and seeking union and intimacy with the Lord. അല്ലേ? നമ്മൾ ഈ ഒരു വേദഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ബ്രൈഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലാണ് വരിക. കർത്താവുമായിട്ടുള്ള മണവാളനായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എൻറിച്ച് ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ. എപ്പോഴും ഓർക്കണം, എത്രമാത്രം ശ്രമിച്ചാലും ഡെസ്പൈറ്റ്, ഇപ്പം നമ്മൾ ഒരു പക്ഷെ വിചാരിക്കും, ലിറ്ററായി ചിന്തിക്കും, അവർ പ്ലാൻ ചെയ്യാഞ്ഞുകൊണ്ടാണ് വൈൻ തീർന്നു പോയത്. എത്ര പ്ലാൻ ചെയ്താലും ജീവിതത്തിൽ വീഞ്ഞില്ലാതാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി കനോട്ട് റിപ്ലനിഷ് ഇറ്റ്. എത്ര ശ്രമിച്ചാലും, എത്ര കാര്യമായി ശ്രമിച്ചാലും അത് റിപ്ലനിഷ് ചെയ്യാനോ ആ പഴയ പോലെ ആക്കുവാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോകുന്ന അനുഭവം. ദർ ഇസ് ഇനഫ് വൈൻ. സോ അത് തന്നെയുമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വി ഓൾ ലീവ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരു വലിയ ഡിസാസ്റ്ററായി, വലിയ
ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയി അല്ലെങ്കിൽ ഒരു എംബാരസ്മെൻ്റ് ആയി ഫെയിലിയർ ആയിട്ടൊക്കെ തോന്നുവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ദ സെയിം ഫീലിംഗ് ദോസ് പീപ്പിൾ ഹാഡ്, ദ ബ്രൈഡ് ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ദെയർ ഫാമിലീസ്, അല്ലേ? ആ ഒരു കല്യാണത്തിൽ ഉണ്ടായിരുന്നവർക്ക് ഉണ്ടായ സെയിം ഫീലിംഗ് ആണ്. സോ വാട്ട് ടു ഡു when our wine your wine runs out, അല്ലേ? വീഞ്ഞില്ലാതെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മേരി നമ്മളെ കാണിച്ചു തരികയാണ്. Mary tells Jesus they have no more wine, അല്ലേ? There's no condemnation or judgment. This is just a diagnosis. This is just a observation. മേരി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല പറയുന്നത്. മേരി പറയുന്നു അവരൊരു പ്രശ്നമാണ്, അവരൊരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. അവർ വലിയ എംബാരസ്മെൻ്റ് ആണ്, അവർ വലിയ പ്രശ്നത്തിലാണ്. അതാണ് അവിടുത്തെ ഒബ്സർവേഷൻ. അല്ല, അവർ കുറ്റപ്പെടുത്തുകയല്ല, അല്ല അവർ കണക്കെടുക്കാത്തതുകൊണ്ടാണെന്നും പറയുകയല്ല, അല്ലേ? And here you see it's not about the wine, it's about the people. അവരുടെ അവസ്ഥയെക്കുറിച്ചാണ്. So this statement is about our condition, human condition. നമ്മുടെ ഒരു മാനസികമായ സ്പിരിച്വലായ ഒരു അവസ്ഥയാണ് ഇത് വരച്ചു കാട്ടുന്നത്, അല്ലേ? It's about you and me. നമ്മളെക്കുറിച്ചാണ്. അത് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുമ്പോൾ ഈ വേദഭാഗത്തിൻ്റെ വ്യത്യസ്തമായൊരു മീനിങ് ഉണ്ടാകുന്നു, അല്ലേ? ഇറ്റ്സ് അവർ സ്പിരിച്വൽ കണ്ടീഷൻ. ഇറ്റ്സ് അബൌട്ട് എ ഇന്നർ ലൈഫ്, ദ വേ ഓഫ് ബീയിങ്. നമ്മുടെ യഥാർത്ഥമായ ജീവിതം നമ്മൾ എത്രയോ കവറപ്പ് ചെയ്താൽ ജീവിക്കുക, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ പോലും അറിയാത്ത എത്രയോ കാര്യങ്ങൾ സ്പൗസസിൻ്റെ ബന്ധങ്ങളിലുണ്ട്, അല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഔട്ട്സൈഡ് സർക്കംസ്റ്റാൻസിനേക്കാൾ കൂടുതലായി നമ്മുടെ വാട്ട് ഈസ് ഇൻസൈഡ്, അവർ ഇന്നർ ലൈഫ്, വാട്ട് വി ക്യാരി ഇൻസൈഡ്, ദാറ്റ് ഈസ് വെയർ ദ പ്രോബ്ലം. So, and also we think that we have enough money, we have enough resources, we have enough bank balance, so we are self-sufficient. Believe me, you are not self-sufficient. If any one of you think that you are self-sufficient, you are mistaken. We can never be self-sufficient. I'll explain. So here, എത്ര പ്ലാൻ ചെയ്താലും, എത്ര എന്തെല്ലാം ചെയ്താലും, എത്ര ഇൻഷുറൻസ് പോളിസി എടുത്താലും, there's going to be one day when the wine runs out. എന്താണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഇവിടെ അല്ലെങ്കിൽ ഇത്രയും ജീവിച്ച് നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു നോക്കാമെങ്കിൽ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. There's going to be one day when you realize that we cannot be self-sufficient. The new truth will come. We are recipients of life. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. We are not creators, we are recipients. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പല കാര്യങ്ങൾ. നമുക്ക് അത് റിപ്ലനിഷ് ചെയ്യുവാനോ അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനോ സാധ്യമല്ല. ഇത് നമ്മുടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്റ്റ് ഈസ് എ ട്രൂ വൈൻ ആൻഡ് ഹീ ഈസ് എ ചീഫ് സ്റ്റുവർഡ്. ആൻഡ് until we connected to Christ, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ അല്ലെങ്കിൽ നീ ഒരിക്കലും സെൽഫ് സഫിഷ്യൻ്റ് അല്ല, ഒരിക്കലും നിനക്ക് സഫിഷ്യൻസി ഉണ്ടാകത്തില്ല. യേശുവുമായിട്ടുള്ള ബന്ധം, യേശുവാണ് ഇന്ന് നിന്റെ ജീവിതത്തെ അത് മാറ്റിമറി. ആ ബന്ധം എന്ന് ഊഷ്മളമാകുന്നുവോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അത് ഇന്നില്ലാതെയാകുന്നു, അന്ന് നമ്മുടെ ജീവിതത്തിൽ വരൾച്ചയും അല്ലെങ്കിൽ ഇതുപോലെ എംപ്റ്റിനെസ്സും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. So Mary understood that it's not a minor issue. So she goes and tells Jesus about this. She knew what to do. She knew where to go, and she is telling us how we should react. She reached out to the one who can make a difference, can solve the problem. And she goes and tells Jesus that they have no more wine. And Mary is telling us what to do when we face this situation in life, when we face emptiness, when we face, there is no, we cannot feel any love in our relationships. We feel that, we are doing it mechanically, our job or whatever it is. We feel that, we are getting isolated. Even though we are among people, we feel that we are alone. Mary is telling us, you have to reach out to the Lord. ദൈവത്തിലേക്ക് അടുത്തില്ല, കർത്താവിലേക്ക് അടുത്തില്ലുവാനായിട്ട് ഈ മേരി നമ്മളോട് പറയുകയാണ്. And Mary goes to Jesus and tells him about it. So when we are empty, don't hesitate, don't cover it up. You just let, Mary is telling that there's nothing wrong, it's okay. You have a problem, but you go to Jesus. You don't get embarrassed because of this, this situation. You can run to Jesus. She's saying that
We need to go to Jesus when our wine runs out. So there is no need, if you are empty, any of you, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലെ അനുഭവങ്ങളിൽ റിയാലിറ്റി ആയിട്ട് തോന്നുകയാണെങ്കിൽ there is no problem, it's not your problem. ഒരു പക്ഷേ അങ്ങനെ എന്തും ആയിക്കോട്ടെ, it doesn't matter, പോസ്റ്റ്മോർട്ടം കാര്യമൊന്നുമില്ല. But you don't have to hide, you don't have to slide, you don't have to feel embarrassed or run away from the crowd. You can just go to Jesus with that. If you could feel emptiness in your marriage, in your relationships, in your spiritual life, in your career, in your whatever, every area of your life. But if you are, Mary is telling that we must go to Jesus. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, if you're seriously interested in solving this problem, there's only one solution. You have to go to Jesus. We must go to Jesus. യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതാണ് ഇവിടെ ഈ ഒരു വേദഭാഗം കാണുന്നത്. മൂന്നാമതായി ഇവിടെ പറയുന്നു, thirdly, in God's hands the ordinary becomes extraordinary. I told you in the beginning the theme was Jesus who transforms. അല്ലേ, രൂപാന്തരപ്പെടുന്ന യേശുവിനെ കുറിച്ചാണ്. ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ മിറക്കിൾസ് ആണ്, ഓരോ സൺഡേയും ഓരോ മിറക്കിളാണ് എഴുതുന്നത്. വളരെ മനോഹരമായ വേദഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ലെൻറ്റിൻ്റെ ആദ്യത്തെ സൺഡേ തന്നെ ഈ ഒരു വേദഭാഗം എടുത്തതിന് ഒരു പ്രസക്തിയുണ്ട്. അത് ഞാൻ പറയാം. സോ ജീസസ് ട്രാൻസ്ഫോംസ്. ഇവിടെ പറയുന്നു, അവിടെ യഹൂദന്മാർ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവയെ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ലായിരുന്നു. Nearby stood 6 stone water jars, the kind used by Jews for ceremonial washing, each holding from 20 to 30 gallons. Jesus said to his servants, fill the jars with water. So they filled them to the brim. Then he told them, now draw some out and take it to the master of the banquet. They did so, and the master of the banquet tasted the water that had been turned into wine. So, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സെർവൻസിനെ സംബന്ധിച്ചോളം ഈ യേശു പറഞ്ഞനുസരിച്ച് ഈ ബാങ്കറ്റ് വിരുന്നുവാഴി അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലേ, ഇത് കോരിയ അല്ലെങ്കിൽ അത് എടുത്ത ആ ശുശ്രൂഷക്കാരുടെ മുഖം ഒന്ന് മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായി ഈ വെള്ളം വൈനായി. They realized that the water was converted into wine, finest wine. They didn't taste. Later we come to know about it. So then, but John saw a man who was an agent of transformation. രൂപാന്തരപ്പെടുന്ന യേശുവിനെയാണ് യോഹന്നാൻ അവിടെ കണ്ടത്. അതിശയം ചെയ്യുന്ന യേശുവിനെയല്ല, രൂപാന്തരപ്പെടുത്തുന്ന യേശുവിനെ. അതുകൊണ്ടാണ് ഈ ലെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഇത് വെച്ച് രൂപാന്തരപ്പെടുത്തുന്നവനായ യേശു. We all need transformation. So here, actually Jesus is announcing his ministry over there. യേശുവിൻ്റെ മിനിസ്ട്രി, മിഷൻ അവിടെ അവൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഈ ഒരു ആക്ടിലൂടെ. മറ്റുള്ളവർക്ക് അവൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലേ, he is the one who transforms lives. Jesus has come to transform this world and transform our lives. നമ്മുടെ ജീവിതങ്ങളെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോട് പറയട്ടെ, നമ്മൾ if you realistically move along with the Lord in this Lenten time for the 50 days, believe me, at the Easter time you will face a resurrection in your life. You will experience a renewal in your life. I can challenge you that. Prayerful ആയിട്ട് കർത്താവിൻ്റെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഈ ഒരു വരുന്ന 50 ദിവസങ്ങൾ കർത്താവിനോട് കൂടി ചേർന്ന് സഞ്ചരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുവാൻ, നിങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുവാൻ, നിങ്ങളുടെ ജീവിതങ്ങളിൽ വരൾച്ചയുള്ള അനുഭവങ്ങളെ മാറി അവിടെ കർത്താവിൻ്റെ ഊഷ്മളത വരുവാനൊക്കെ ഇടയാകുന്നതായിട്ട് മനസ്സിലാക്കുന്നു. So normally we think of transformation, we think of the opposites, the ugly turn beautiful, the beauty and the beast. Or when we think about transformation, we think about which were common, we think about a caterpillar transformed into a beautiful butterfly. ഇല്ലേ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുന്ന യേശുവിനെ കുറിച്ചാണ് കാണുന്നത്. അല്ലേ, നമുക്കറിയാം God can and God does transform people. നമ്മളെയൊക്കെ മാറ്റുവാൻ കഴിവുള്ളവൻ, മാറ്റുന്നവനായ യേശു ക്രിസ്തു. അല്ലേ, പല സാഹചര്യങ്ങൾ നമുക്കറിയാം. ചില കാര്യങ്ങളിൽ ഒരു മീനായ അഗ്ലിയായ ജീവിതങ്ങളെയൊക്കെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്ത് ബ്യൂട്ടിഫുൾ ഏഞ്ചൽസ് ഓഫ് മേഴ്സി. അല്ലേ,
മാലാഖമാരെ പോലെ മാറുന്നു അല്ലേ? എത്രയോ ജീവിതങ്ങൾ എൻ്റെ മിനിസ്ട്രി ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? വീട്ടിലൊക്കെ അടിച്ചു, ഇവിടുത്തെ കോണ്ടാക്ട്സ് അല്ല, ഇവിടുത്തെ നമുക്കറിയത്തില്ല, വലിയ മദ്യം കൺസ്യൂം ചെയ്ത് അടിയും ബഹളം ഉണ്ടാക്കി ഒരു സമാധാനമില്ലാത്ത ജീവിതങ്ങളുള്ള വ്യക്തികളൊക്കെ ദൈവം തൊടുമ്പോൾ എന്തോ ഒരു വ്യത്യാസമാണ്. എത്രയോ നാളത്തെ കണ്ണീരും പ്രാർത്ഥനയുമാണ്. പിന്നെ അവിടെ സമാധാനമാണ്, പിന്നെ അവിടെ ശാന്തതയാണ്, പിന്നെ അവിടെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, the mean and ugly lives, Jesus transforms them into beautiful angels of mercy. And also, when we are crawling on our belly, and Jesus gives us wings to fly. ഇല്ലേ? നമ്മുടെ ഒന്നാലോചിച്ച് എഴിഞ്ഞു നീങ്ങുന്ന ജീവിതങ്ങൾ, മൃതപ്രായമായ ശരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കുകയാണ് ജീവിതം. ഒരു ദിവസം മാറിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന ജീവിതങ്ങളെ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും നമ്മളെ കണ്ണുടക്കി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല അല്ലേ? അങ്ങനെയുള്ള ജീവിതങ്ങൾ അതിന് അതീതമായി പറന്നുയരുവാനായി സഹായിക്കുന്നതായി ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ God takes us, when we are broken, and makes us whole. നമ്മളെ പൂർണ്ണമാക്കുന്ന, നമ്മൾ തകർന്നിരിക്കുന്ന, നമ്മളെ തരിപ്പണമായിരിക്കുന്ന നമ്മളെ പുതുതാക്കുന്ന. God changes caterpillars into butterflies, sand into pearls, and coal into diamonds using time and pressure. He is working on us also. And this Lent is a time for God to transform us. But actually what happens here in this particular text, here is transformation, different type of transformation happens over here. ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് മാറ്റം ഉണ്ടാകുക. ഇവിടെ എന്താ മാറുന്നത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, ദി ഏജന്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇസ് വാട്ടർ. വെള്ളമാണ് ഇവിടെ മാറുന്നത്. വാട്ടർ ഈസ് ഗുഡ്, വാട്ടർ ഈസ് പ്യുവർ, വാട്ടർ ഈസ് നെസസറി, ഇറ്റ് ഈസ് നറിഷിംഗ്. സോ ഇവിടെ ഒരു യൂസ്ലെസ് ആയ ഒന്നിനെ അല്ല ദൈവം ട്രാൻസ്ഫോം ചെയ്ത്, വെള്ളമാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ആൻഡ് ദർ ഈസ് നത്തിങ് നീഡ് ടു ബി ഫിക്സ്ഡ് ഇൻ വാട്ടർ. ഇല്ലേ? വാട്ടർ ഈസ് ഗുഡ്, വെള്ളം നല്ലതാണ്, വെള്ളം ആവശ്യമാണ്. ഇല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു, so message of transformation is, at this text, is not about making the bad good, but making the good the better. അല്ലേ? നല്ലതിനെ ഏറ്റവും നല്ലതാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇവിടെ ഈ ലെൻഡിൻ്റെ സമയത്ത് നമ്മളൊക്കെ നല്ലവരാണ്. ആരാ പറഞ്ഞത് നമ്മൾ മോശമാണ്? യു ആർ ഗുഡ്. എന്നാൽ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുമെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ മേക്ക് യു ബെറ്റർ. ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി ആക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കേൾക്കുന്നത്. സോ ദ ട്രാൻസ്ഫോർമേഷൻ, ദിസ് മെസ്സേജ് ഇസ് ലൈക്ക് വാട്ടർ ഈസ് ഗുഡ്. ഐ ടോൾഡ് യു, ദ നറിഷിംഗ് ഇസ് ലൈഫ് സസ്റ്റൈനിങ്. ബട്ട് ഗോഡ് ഈസ് സേയിങ് ദാറ്റ് ചിലപ്പോൾ നമ്മൾ ജീവിക്കും, ഇല്ലേ? നല്ലൊക്കെ ജീവിക്കും, പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരെയും കരുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ there is no enthusiasm, there is no vibrancy. ഒരു റിച്വൽ പോലെ ചെയ്യുകയാണ്. തെറ്റൊന്നുമില്ല. വിശ്വാസവും ഫെയ്ത്തും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഒന്നും കിട്ടുന്നില്ല. ചില പറയില്ല, ഒന്നും കിട്ടുന്നില്ല. ഇല്ല, എല്ലാം ഉണ്ട്. അവിടെയാണ് കർത്താവ് പറയുന്നു, there is more to it. അതിന് കാരണമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, I have come that they may have life and have it in abundance. ജീവിക്കുവാൻ ജീവിതമല്ല, സമൃദ്ധി, abundant life, സമൃദ്ധമായ ജീവിതം നൽകുവാനായിട്ട് ഞാൻ വന്നത് കർത്താവ് പറയുന്നുണ്ട്. Not just life, but abundant life, joyous, a life living in freedom. സ്വാതന്ത്ര്യത്തിൽ ജീവിക്കും, ഭയപ്പെട്ടാൽ ജീവിക്കും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് അനുഗ്രഹത്തോടെ ജീവിക്കുന്ന, അബണ്ടൻ്റായി നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു അനുഗ്രഹമായി നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, അല്ലേ? എല്ലാ ദിവസവും രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷം എഴുന്നേൽക്കുവാൻ, ലഭിച്ചിരിക്കുന്ന ജോബിൽ, ഇല്ലേ, 100% അവിടെ ഒരു വിറ്റ്നസ് ആകുവാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ജീവിതങ്ങൾ. പ്രിയപ്പെട്ട അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് at this miracle at Cana. Here, water, the basic necessity of life is changed into wine. വെള്ളം വീഞ്ഞായി ഇവിടെ രൂപാന്തരപ്പെടുകയാണ്. സോ ഇത് വൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ ഓഫ് ലൈഫ്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ് അബണ്ടന്റ് ലൈഫ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വേദപുസ്തകത്തിൽ വൈനെക്കുറിച്ച് പറയുന്നത് അബണ്ടന്റ് ലൈഫിൻ്റെ ഒരു സിമ്പിളാണ്. ഇല്ലേ? സോ doesn't mean that once you have in the relationship, God is not promising you to give you all material wealth. എല്ലാ സാമ്പത്തിക അനുഗ്രഹം കൊണ്ട് തരുമെന്ന് കർത്താവ് പ്രോമിസ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് അസുഖവും അസ്വസ്ഥതകളും ഉണ്ടാകത്തില്ലെന്ന് കർത്താവ് പറയുന്നില്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക്
സന്തോഷകരമായിരിക്കും എന്ന് കർത്താവ് പറയുന്നില്ല. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. But you can face all those challenges, with God's help. God is going to be there. Doesn't matter what you go through. God will, be there with you, in that journey with you. ഇവിടെ, so, പ്രിയമുള്ളവരെ, the water of our life becomes wine through the touch of Jesus Christ. വെള്ളം പോലെയുള്ള ജീവിതങ്ങൾ, വലിയ വീര്യമൊന്നുമില്ലാത്ത, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എന്നാലും ആകേണ്ടതുപോലെ ഒന്നും ആകാത്ത, മനസ്സിലായോ? ഇവിടെ ഈ ലോകത്തിലൊക്കെ ഒരു ദിവസം ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ അറിയാം, ഒരു ദിവസം കൂടെ ഒരു മിനിറ്റ് കൂടെ കിട്ടാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കും. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ലൈഫ്. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ചെറിഷ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ്, ടു ലവ് അവർ ഡിയർ വൺസ്, to be with them and be enriching to all the people around us and be a witness to the Lord. Here, when Jesus touches us, our life, if it is like water, I'm not saying it's bad, water is good, but it can transform us to wine. A vibrant ആയ ഒരു ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, നമുക്ക് തന്നെ ഒരു enthusiasm-ഉണ്ട് അകത്തുനിന്ന് വരുന്ന. It's not depends. It's not going to come from outside external circumstances. So irrespective of even if when you face problems, you can see that God's hand in it. God is going to help you to come out of that. So Christian joy is not going to be coming from the same sources this world gives. ഈ ലോകം തരുന്ന സന്തോഷം തരുന്ന ആ സോഴ്സിൽ നിന്നല്ല ക്രിസ്തീയ ആനന്ദം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ പറയും, ചിന്തിച്ച് തെറ്റൊന്നുമില്ല, അത് റിയാലിറ്റിയാണ്, നമ്മളതൊന്നും വിട്ടു പറയത്തില്ലെന്നേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിന് മാത്രമേ ആ സന്തോഷം തരാനൊക്കത്തു. See, none of this material gains, none of our relationships can feel vibrancy in our life or help us to feel vibrant in our life. നമ്മുടെ ജീവിതത്തിൽ വൈബ്രൻസി ആണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു അനുഗ്രഹമായി നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയോടുകൂടെ പോകണമെങ്കിൽ you need to have this relationship. So he brings not just life but abundant life. സമൃദ്ധമായ ജീവിതം. Saint Augustine said, love God and do as you will. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവൻ തെറ്റൊന്നും ചെയ്യാൻ നമ്മളെ സമ്മതിക്കത്തില്ല. He will lead us, and he will give you the joy, the freedom, you can celebrate life, not just water, wine, but wine. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർഡിനറി തിങ്സ് become എക്സ്ട്രാ ഓർഡിനറി. നമുക്കറിയാം, യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ വെരി ഓർഡിനറി ആയിരുന്നു, അല്ലെ, ഫിഷർമാൻ ആയിരുന്നു. അവരെന്ത് ചെയ്തു? അവരെ കർത്താവ് വിളിച്ചപ്പോൾ അവരനുസരിച്ചു. കർത്താവിൻ്റെ കൂടെ ചെന്നപ്പോൾ അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. God blessed them and transformed them as extraordinary. So, see, from ordinary to extraordinary is not depends on our talents. It depends on the Lord. If we are ready to submit ourselves in the hands of God, and He can transform us into extraordinary. The choice is yours. Whether you want to live an ordinary life, a water-like life, or you want to live a life which like wine, the vibrant, colorful. It's energizing, and and so on. So this Lent season, God is calling us. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്, to travel from an ordinary life to extraordinary life. So if you obediently respond to our Lord, and He will bless you and make you extraordinary. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ ചെയ്യുക തന്നെ ചെയ്യും. ഐ ക്യാൻ ചലഞ്ച് യു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഡിസപ്പോയിൻമെൻറ്റ്സും പ്രയാസവും പ്രശ്നവും ഒക്കെ അത് ദൈവത്തോട് പറഞ്ഞുകൊണ്ട്, ക്യാൻ യു വാക്ക് അലോങ് വിത്ത് ഹിം ഇൻ ദിസ് നെക്സ്റ്റ് 50 days? Not for anything else, just for yourself. Not to show it to others that I am doing this. No. God knows you. So if you do, you will definitely experience, answers your questions down the line. Okay. So, and He will transform your life into extraordinary, abundant life. Okay. So അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഓർഡിനറി ജീവിതം, നമ്മൾ വെറുതെ ഒരു വേമിൻ്റെ കൂടി ജീവിക്കാനുള്ളവരല്ല. We have to fly as butterflies.
You know, it's a beautiful, colorful butterflies, you know. നമ്മളിപ്പോൾ എഴുന്നോണ്ട് നടക്കുകയാണ്, you know. But we can't. But God is telling us, you have a better life. You can be better. You can be extraordinary. So that is what this portion talks to us about. So you know, and also when we do that, we are ordinary people. When we do, when we live extraordinary life, others will see the difference, the courage, and the wisdom in our lives, and then they also will attract to the, you know, the source of that is Jesus Christ. Okay. അതാണ് നമ്മുടെ ഒരു മിഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ വിത്ത് ഗോഡ് ഓർഡിനറി പീപ്പിൾ ബിക്കംസ് എക്സ്ട്രാ ഓർഡിനറി. സോ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലണ്ടൻ സീസൺ ഇതിനുള്ള ഒരു കോളാണ്. അതുകൊണ്ട് you know, I'm not saying that you move away from all food which you like. I'm not saying that. I'm not saying that you don't eat non-veg at all. I'm not saying that. That's all your choice. I'm not saying that you know, you restrain from everything. No, that's all your choice. But I am trying to say that, you know, irrespective of all these things, you want to, you know, you want to be renewed. Travel with Him in earnestness. Then along the way, He will tell you what to do. Don't go by what I say. Don't go by what others say. Believe me, your Lord will tell you what to do if you are travel with Him, if you earnestly travel with Him on this journey. Do you want to be extraordinary? നിങ്ങൾക്ക് അങ്ങനെയാകുവാൻ സാധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ do you allow Jesus to change your water into wine? നിങ്ങളുടെ ജീവിതങ്ങളെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറ്റുവാനായി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? The choice is yours. So let me conclude. When the wine runs out, നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര ശ്രമിച്ചാലും, നമ്മുടെ ഇത് കുഴപ്പമല്ല, എത്ര ശ്രമിച്ചാലും നമുക്ക് നിയന്ത്രിക്കുവാൻ വേറെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആരും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് കൈകൊണ്ട കാര്യമില്ല, നമ്മളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓർക്കണം, ബ്ലെയിം ചെയ്യാനുള്ള, ഹൈഡ് ചെയ്യാനുള്ള, തകർക്കാനുള്ളതല്ല. എന്ത് ചെയ്യും? അങ്ങനെയുള്ള അവസരങ്ങളിൽ വാട്ട് വി ഡു? മേരി ഈ വേദഭാഗം പറയുന്നു, ഗോ ടു ജീസസ്. നിനക്ക് ശരിയാക്കുവാൻ സാധ്യമല്ലാത്തതിൻ്റെ സാഹചര്യങ്ങളെ ശരിയാക്കുവാൻ കഴിയുന്നവനായി ഒരുവനുണ്ട്. അവൻ്റെ അടുക്കിലേക്ക് പോകുവാനായി മേരി നമ്മളോട് പറയുകയാണ്. And in God's hands, the ordinary becomes extraordinary. He can fix everything. He can change. He can bring the warmth in our relationships. He can transform our life into vibrant life, abundant life. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷം, ഒരു അനുഗ്രഹം, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും ഒരു അനുഗ്രഹമായി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കിടയാണ്. ഒരു ദിവസം പോലും എന്തിനാണ് ഇവിടെ ജീവിക്കുന്ന അങ്ങനെ പറയരുത്. സന്തോഷം, അനുഗ്രഹമായി ആയിരിക്കുന്ന എല്ലായിടത്തും ഒരു അനുഗ്രഹമായിരിക്കാൻ നമ്മളിൽ ഒരു മാറ്റം വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു സ്പ്രെഡ് ലൈക്ക് ഫയർ. നമ്മുടെ സ്പൗസിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മളെ വർക്ക് ചെയ്യുന്നിടത്തും എല്ലാം യു ക്യാൻ സീ ദിസ് ഡിഫറൻസ്. സോ ഈ ഒരു അനുഭവത്തിനായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ലണ്ടൻ ജേർണി, it doesn't matter, whatever you can. I know that you have a lot of limitations. You may have a real problem at hand. I understand. God knows that. That's not a problem. Whatever you can. If you can travel with the Lord, believe me, God will transform you. So may God bless each one of you to have a journey with Him. And let us, that day when we celebrate resurrection, we will, actually celebrate our resurrection, our resurrected life from this emptiness, from these failures, from this what you call